ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ച തൊട്ടിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മോനക്ക് സുഖമില്ല, അപ്പോൾ മോനെ കാണിക്കണം ഹോസ്പിറ്റലിൽ, പിന്നെ എന്നെ ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ടോക്കണൊക്കെ എടുക്കാൻ നിന്നു. ടോക്കണൊക്കെ എടുത്ത് നമ്മൾ അപ്പോൾ മോൻ്റെ കളിയാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ അടുത്തേക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം വെയിറ്റൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിറ്റൊക്കെ നോക്കിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തത് മോനെ കാണിക്കലാണ് കേട്ടോ. അപ്പോൾ മോനിക്ക് കുറച്ച് മൂക്കടുപ്പും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് മരുന്നുകളൊക്കെ എഴുതി തന്നു, കുഴപ്പമൊന്നുമില്ല, മരുന്നുകളൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിക്കണില്ല ഇപ്പോൾ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ കൊടുക്കുക. പിന്നെ എനിക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി, പിന്നെ വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ അവൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വണ്ടിയിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ വീടെത്താനായി. അപ്പോൾ അവിടെ വണ്ടി ഇറങ്ങിയിട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാണ്ട് വീട്ടിലേക്ക്. പിന്നെ അങ്ങനെ കുറച്ച് നടന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് വീട്ടിലേക്ക് കയറി. പിന്നെ ഇന്ന് വ്യാഴാഴ്ച നോമ്പുണ്ടായിരുന്നു കേട്ടോ. മറ്റേ സുന്നത്ത് നോമ്പുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടികൾക്കൊക്കെ നീങ്ങാമെന്ന് വിചാരിച്ചിട്ട് പഴംപൊരിയും ഒക്കെ പൊരിക്കാനുണ്ടായിരുന്നു. പഴംപൊരി പൊരിക്കാനിട്ടു. പിന്നെ പഴംപൊരിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടിയിട്ടോ. ഇനി ഇങ്ങനെ എണ്ണയിൽ നിന്നൊക്കെ കോരി പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പാകുമ്പോഴത്തേനും നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും നമുക്ക് നോമ്പിറക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ വേഗം അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുത്തു. പിന്നെ അടുത്തത് ഉള്ളി ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് വേഗം അത് ഉള്ളി ബജിയുടെ മാവ് അങ്ങനെ കുറച്ച് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടു. പിന്നെ അതങ്ങോട്ട് കോരിയെടുത്തു. പിന്നെ നമ്മൾ ഇന്ന് നോമ്പറക്കുമ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വാഴയിലൊക്കെ പൊട്ടിക്കാൻ പോയി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളിങ്ങനെ കഴുകിയെടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊതിച്ചോറ് കെട്ടാൻ നിന്നിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പൊതിച്ചോറ് കെട്ടാൻ നിന്നു കേട്ടോ. പിന്നെ ആദ്യം ചോറിട്ടു. പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു, പയറുപ്പേരി, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, തേങ്ങ ചമ്മന്തി, പിന്നെ മീൻ വറുത്തത്, പിന്നെ കുറച്ച് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ചാളപ്പീര ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ചാളപ്പീരയുടെ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ചാളപ്പീര ഇട്ടു. പിന്നെ മുട്ട വറുത്തത് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു കേട്ടോ. മുട്ട വറുത്തത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മെയിൻ സാധനം മുട്ട വറുത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുത്തു. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, ആ മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഓർമ്മ വന്നപ്പോൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ പൊതിച്ചോറ് ഇടാനൊക്കെ അറിയാം, പിന്നെ പൊതിച്ചോറ് കെട്ടാനറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. ഒന്നും റെഡി ആവണില്ല, കുറേ വട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി, എന്നിട്ടും ഒരു മെനയൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമതും പിന്നെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടോ. എന്നെപ്പോലെ പൊതിച്ചോറ് കെട്ടാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അത് കെട്ടിയിട്ടോ. അപ്പോൾ പിന്നെ 4 ആൾക്കുള്ള പൊതിച്ചോറാണ് കേട്ടോ നമ്മൾ കെട്ടണത്. പിന്നെ എങ്ങനെയൊക്കെയോ കെട്ടി അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വാങ്ങ് കൊടുത്തു കേട്ടോ. മക്കൾ വാങ്ങ് കൊടുത്തു. പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ഇരുന്നു കേട്ടോ. എല്ലാവരും നോമ്പറക്കാണ് കേട്ടോ. എല്ലാവരും നോമ്പറന്നു. അതിന് ശേഷം പിന്നെ നോമ്പറന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കളിക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചു. പിന്നെ പഴംപൊരിയും ഉള്ളി ബജിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇതാട്ടോ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മഹരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചാൽ പിന്നെ നമ്മുടെ മഹരിബ് നിസ്കാരം, ഓത്തും ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്നു. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോയി, നിസ്കരിച്ചു. പിന്നെ കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രയറൊക്കെ
നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അവർക്ക് അങ്ങോട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കാതിരിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇങ്ങനെ തുറക്കണം കേട്ടോ. ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഇലയുടെയും ആ കറികളുടെയൊക്കെ സ്മെല്ല് വന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് അവർ പറയും കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ സൂപ്പറാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, രസമുണ്ട്, സൂപ്പറാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടോ. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം തുറന്നില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ പൊതിച്ചോറ് അങ്ങനെ തുറന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ കണ്ടോ ഉപ്പേരിയും നമ്മളിട്ട കറികളും മീനും മുട്ട വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പ്രത്യേക മണമായിരുന്നു. പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പുറത്തിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം കേട്ടോ, മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.